10वीं कक्षा की पहली इकाई का दूसरा पाठ एक कविता और उस पर टिप्पणी। विनोद कुमार शुक्ल जी की हताशा से एक व्यक्ति बैठ गया था कविता पर नरेश सक्सेना जी की टिप्पणी। एक टिप्पणी लिखते समय हमें किस किस बातों पर ध्यान रखना है उसके बारे में यह हम चर्चा करते हैं। जरा देखें, हताशा से एक व्यक्ति बैठ गया था। हताशा से एक व्यक्ति बैठ गया था। विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी। हताशा से एक व्यक्ति बैठ गया था लिखा गया है विनोद कुमार शुक्ल जी से। टिप्पणी नरेश सक्सेना। बच्चों, ज़रा कविता देखें। हताशा से एक व्यक्ति बैठ गया था। हताशा से एक व्यक्ति बैठ गया था। व्यक्ति को मैं नहीं जानता था, हताशा को जानता था। इसलिए मैं उस व्यक्ति के पास गया, मैंने हाथ बढ़ाया। मेरा हाथ पकड़कर वो खड़ा हुआ। मुझे वो नहीं जानता था, मेरे हाथ बढ़ाने को जानता था। हम दोनों साथ चले, दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे। हताशा से एक व्यक्ति बैठ गया था। हताशा, हताशा माने निराशा। एक व्यक्ति बैठ गया था हताशा से। നിരാശനായിട്ട് ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. വ്യക്തി निराशनाയിരുന്നു. हताशा से, निराशा से एक व्यक्ति बैठ गया था. व्यक्ति को मैं नहीं जानता था. उस निराश व्यक्ति को मैं नहीं जानता था. നിരാശനായിരിക്കുന്ന വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു. കവി നിരാശനായ വ്യക്തിയെ കാണാണ്, പക്ഷേ ആ വ്യക്തി ആരാണെന്ന് കവിക്ക് അറിയില്ലായിരുന്നു. हताशा को जानता था. हताश व्यक्ति को कवि जानता नहीं, लेकिन वो व्यक्ति हताशा में है, उसके बारे में जानता था. നിരാശനായ വ്യക്തി ആരാണെന്ന് കവിക്കറിയില്ല, പക്ഷെ അയാൾ നിരാശനാണെന്ന് കവിക്കറിയാമായിരുന്നു. അപ്പം വ്യക്തിയെ അറിയില്ല, പക്ഷെ അയാളുടെ അവസ്ഥ എന്താണ്, അയാളിപ്പം നല്ല നിരാശയിലാണ് എന്ന് കവിക്കറിയാമായിരുന്നു. इसलिए मैं उस व्यक्ति के पास गया. किस लिए? कवि जानता था वो व्यक्ति निराशा में था, इसलिए उस व्यक्ति के पास गया. അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് പോയി. ഏതുകൊണ്ട്? കവി ആ വ്യക്തിയുടെ അടുത്ത് പോയത്, കവി जानता था वो व्यक्ति निराशा में था. കവിക്ക് അറിയാമായിരുന്നു ആ വ്യക്തി നിരാശയിലാണെന്ന്. ആളെ അറിയണമെന്നില്ല, ആളെ അറിയില്ല, പക്ഷെ അദ്ദേഹം നിരാശയിലാണ് എന്ന് കവിക്കറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസ്ഥ അറിയാമായിരുന്നു. मैंने हाथ बढ़ाया, मेरा हाथ पकड़कर वो खड़ा हुआ. हाथ बढ़ाना. കൈനീട്ടുക. ഞാൻ അദ്ദേഹത്തിന് നേരെ കൈനീട്ടി. മേരാ ഹാത്ത് പക്കഡ്കർ വോ ഖടാ ഹുവ. എൻ്റെ കൈ പിടിച്ചിട്ട് അയാൾ എഴുന്നേറ്റ് നിന്നു. മുझे वो नहीं जानता था. എന്നെ वो नहीं जानता था. അയാൾക്കറിയില്ലായിരുന്നു. ഇപ്പം രണ്ടുപേർക്കും പരസ്പരം അറിയില്ല. എന്നെ അയാൾക്ക് അറിയില്ലായിരുന്നു. मेरे हाथ बढ़ाने को जानता था. ഞാൻ അദ്ദേഹത്തിന് നേരെ കൈ നീട്ടിയത് അയാൾക്കറിയാമായിരുന്നു. അദ്ദേഹത്തിന് അയാൾക്ക് കവിയെ അറിയില്ലായിരുന്നു, പക്ഷേ
അയാളുടെ നേരെ നിസ്സഹായനായ നിരാശനായ ആ മനുഷ്യന് നേരെ ഒരാൾ സഹായഹസ്തം നീട്ടിയത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? മേരാ ഹാത്ത് പക്കഡ് കർ വോ ഖടാ ഹുവ, എൻ്റെ കൈ പിടിച്ചിട്ട് അയാൾ എഴുന്നേറ്റ് നിന്നു. हम दोनों साथ चले. कवि और अपरिचित व्यक्ति दोनों साथ चले. दोनों अपरिचित थे लेकिन दोनों साथ चले. രണ്ടുപേരും അപരിചിതരാണ്. കൈ നീട്ടിയപ്പം കൈ പിടിച്ച് എഴുന്നേറ്റ് നിന്ന് രണ്ടുപേരും ഒരുമിച്ച് നടന്നു. दोनों एक दूसरे को नहीं जानते थे. कवि और अपरिचित व्यक्ति दोनों एक दूसरे को नहीं जानते थे. രണ്ടുപേരും പരസ്പരം അറിയില്ലായിരുന്നു. ഒരാൾക്ക് മറ്റേയാളെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലായിരുന്നു. लेकिन साथ चलने को जानते थे. साथ चलना, वे दोनों साथ चलने को जानते थे. അവർക്ക് ഒരുമിച്ച് നടക്കണമെന്ന് അറിയാമായിരുന്നു. പരസ്പരം അറിയില്ല എങ്കിലും രണ്ടുപേരും ഒരുമിച്ച് നടക്കണമെന്ന് അവർക്ക് അറിയാമായിരുന്നു. ഇതാണ് വിനോദ് കുമാർ ശുക്ലിൻ്റെ ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന് പറയുന്ന കവിത. विनोद कुमार शुक्ल की इस कविता पर नरेश सक्सेना से लिखी गई टिप्पणी ज़रा देखें. पहला खंड में विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनघड़ता के लिए विख्यात है. विनोद कुमार शुक्ल अपनी मौलिकता माने क्या है? मौलिकता ओरिजिनलिटी. അതുപോലെ തന്നെ അൻഘടിത മാനെ സ്വാഭാവികത. എഴുത്തുകാർക്ക് ഒരു ഭാവനാലോകം ഉണ്ടാവും അല്ലേ? അത് ചിലപ്പോൾ നമ്മൾ സങ്കല്പിക്കുന്നതിനൊക്കെ അപ്പുറത്താവും. ലുട്ടാപ്പിയുടെ കുന്തത്തിൽ പോകുന്ന ഡാങ്കിനിയും കുട്ടൂസനും താഴെ ഉറങ്ങുന്ന മായാവിയെ കാണുന്നു, പിടിച്ച് കുപ്പിയിലാക്കുന്നു, അങ്ങനെ തവളെ ആനയാകുന്നു, അങ്ങനെ കുപ്പി പൊട്ടുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഥ കേട്ടിട്ടില്ലേ? ഇതിലൊക്കെ ഒരു സ്വാഭാവികതയുണ്ടാവും. പക്ഷെ വിനോദ് കുമാർ ശുക്ലിൻ്റെ നമ്മളിപ്പോൾ കേട്ട ഈ കവിതയിൽ വളരെയേറെ സ്വാഭാവികതയുണ്ട് അല്ലേ? അപ്പം അതാണ് വിനോദ് കുമാർ शुक्ल अपनी मौलिकता के साथ भाषा की अनघड़ता के लिए विख्यात ഫേമസ്. തൻ്റെ ഈ രണ്ട് ഗുണങ്ങളിലും, മൗലികതയും അൻഘടതയും, ഈ ഒറിജിനാലിറ്റി അതേപോലെ തന്നെ സ്വാഭാവികത അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ഒരു വലിയ പ്രത്യേകതയാണ്. किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. ഈ കവിതയിൽ അദ്ദേഹം മൗലികമാണ്, അതിൻ്റെ കൂടെ തന്നെ സാത്ത് ഹി വേ കാവ്യശില്പം ഒരു ശില്പമാണ് അല്ലേ? കാവ്യശില്പം. കവിത എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും കുറേ വരികൾ കുത്തിക്കുറിച്ചുണ്ടാക്കി വെച്ചാൽ ഉണ്ടാവുന്നതല്ല അല്ലേ? അതിനൊരു ശില്പഭംഗി ഉണ്ടാവണം അല്ലേ? ശില്പി ഇപ്പോൾ തൻ്റെ മനസ്സിൽ ഒരു രൂപം കാണുകയാണ്, എന്നിട്ട് ആ രൂപം മുന്നിൽ കാണുന്ന ഒരു വലിയ ഒരു കല്ലിൻ്റെ വലിയ പീസാണ്. അതിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങളെ വെട്ടി കളഞ്ഞിട്ട് ഒരുക്കിയെടുക്കുന്നതാണ് ശില്പം അല്ലേ? ശില്പഭംഗി എന്ന് പറയും. विनोद कुमार शुक्ल की कविता मौलिकता और अनघड़ता के लिए विख्यात है. മൗലികതയും അൻഘടതയും ഉണ്ട്, അതേപോലെ തന്നെ കാവ്യശില്പമുണ്ട്, ശില്പഭംഗിയുണ്ട് വിനോദ് കുമാർ ശുക്ലജിയുടെ കവിതകൾ. के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है. കവിതയുടെ അർത്ഥം ഇതനെ സഹജ് ഔർ സാഫ് ഹേ, അത്രയും ക്ലിയറാണ് കവിത. പ്യുവർ വാട്ടർ പോലെ ഈ കവിത അത്രയും ക്ലിയറാണ്, സാഫാണ്. ഉന്നെ വ്യാഖ്യാക്കി ദർക്കാർ നഹി ഹേ, ഒരു വ്യാഖ്യാനത്തിൻ്റെ ആർക്കെങ്കിലും ഒന്ന് വായിച്ചിട്ട് ഇത് ഇങ്ങനെയാണ് കവി ഉദ്ദേശിക്കുന്നത് എന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ട ദർക്കാർ നഹി ഹേ. ദർക്കാർ
ദർക്കാർ എന്ന് പറഞ്ഞാൽ ആവശ്യം, ആവശ്യകത. അങ്ങനെ ഒരാൾക്കിത് വായിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. सरल शब्दों वाले वाक्य, സരളമായ, ഇത് നമ്മൾ ഈ കടന്നു വന്ന കവിതകളിൽ കാണുമ്പോൾ നമുക്കറിയാം അല്ലേ, ഓരോ വരികളും എത്ര സിമ്പിളാണ്, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കവിതയാണ്. അപ്പം വളരെ ലളിതമായ വാക്കുകൾ കൊണ്ടുള്ള സെൻറ്റൻസുകൾ, അത് സ്വയം തന്നെ, ആ കവിത സ്വയം നമ്മളോട് അതിൻ്റെ മർമ്മം എന്താണ്, അതിൻ്റെ ഹൃദയഭാഗം എന്താണ്, ഈ കവിതയുടെ പ്രധാനപ്പെട്ട അംശം എന്താണ്, അതൊക്കെ നമ്മളോട് പറയുന്നുണ്ട് അല്ലേ. നമ്മൾ ഒരാൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതാണ്. एक टिप्पणी लिखते समय किस किस बातों पर ध्यान रखना है? सबसे पहले कवि और कविता का परिचय देना है. ഒരു ടിപ്പണി എഴുതുമ്പം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. കവി और कविता का परिचय, കവിയെയും കവിതയെയും പരിചയപ്പെടുത്തണം. दूसरा कविता का आशय की ओर संकेत, കവിതയുടെ ആശയത്തിലേക്ക്, കവിതയുടെ ആശയം എന്താണെന്ന് പറയണം. ഭാഷാ ശൈലിക്ക് വിശേഷതാവും ക ഉല്ലേഖ്, കവി ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാ ശൈലിയുടെ വിശേഷതകൾ സൂചിപ്പിക്കണം. അഗല പ്രാസംഗികത पर जोर देना है. പ്രാസംഗികത, ആ സന്ദർഭത്തിനെ ആ ടിപ്പണിയിൽ കാണിക്കണം. ഏത് സന്ദർഭമാണ്, സന്ദർഭത്തിനെ കുറിച്ച് എഴുതണം. मनपसंद पंक्तियों की सूचना भी देना. നല്ലൊരു ആസ്വാദന ടിപ്പണിയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികളെക്കുറിച്ചുള്ള സൂചന ഉണ്ടാവും. ഇന്ന വരികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. मनपसंद पंक्तियों की सूचना भी देना. एक टिप्पणी लिखते समय इतनी बातों पर ध्यान रखना है. ഒരു ടിപ്പണി എഴുതുമ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ വേണം टिप्पणी എഴുതാൻ. कविता के आधार पर आगे कुछ प्रश्न देता हूँ, इसका जवाब लिखकर तुम्हारे हिंदी अध्यापक को भेज दें. കവിതയെ അടിസ്ഥാനമാക്കിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ തരാണ്. ഇതിൻ്റെ ഉത്തരം എഴുതിയിട്ട് നിങ്ങളുടെ ഹിന്ദി അധ്യാപകർക്ക് വാട്സപ്പായിട്ട് അയച്ചു കൊടുക്കേണ്ടതാണ്. സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ഈ 4 എണ്ണത്തിൽ ശരിയായ പ്രസ്താവന ഏതാണ് അത് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. കവി और व्यक्ति एक दूसरे को जानते थे. व्यक्ति कवि को जानता था. कवि व्यक्ति की हताशा को जानता था. व्यक्ति कवि की हताशा को जानता था. SSLC 2018 इन पंक्तियों के संबंध कुछ प्रश्न आए थे, जरा देखें. 2018 SLC പരീക്ഷയിൽ ഈ വരികളെ സംബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക. हताशा से एक व्यक्ति बैठ गया था. व्यक्ति को मैं नहीं जानता था. हताशा को जानता था, इसलिए मैं उस व्यक्ति के पास गया. मैंने हाथ बढ़ाया. कवि और कविता का परिचय देते हुए इन पंक्तियों का आशय लिखें. ഈ തന്നിരിക്കുന്ന വരികളുടെ ആശയം കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് എഴുതിയിട്ട് നിങ്ങളുടെ ഹിന്ദി ടീച്ചറിന് അയച്ചു കൊടുക്കുക. बच्चों, ये कविता हमसे क्या कहती है? सरल शब्दों वाली ये कविता हमसे कुछ बड़ी बड़ी बातें कहती है ना? कविता का संदेश क्या है? अब तक जानना शब्द का अर्थ क्या था? किसी व्यक्ति को जानने का मतलब उस व्यक्ति का नाम, पता, उम्र, समाज में उसकी ओहदे आदि को जानना है ना? लेकिन इस कविता पढ़ने के बाद जानना शब्द का अर्थ बदल गया. एक व्यक्ति को
जानना का अर्थ उस व्यक्ति की हताशा यानी निराशा, निस्सहायता, ज़रूरतें, दुख आदि को जानना है। घायल पड़े व्यक्ति को देखे, मुझे उसे नहीं मालूम कहकर छोड़ जाना अच्छा है, सिर्फ उसकी हालत जानना है और ज़रूर उसकी सहायता करें। यह कविता हमें मनुष्य को मनुष्य की तरह जानने की याद दिलाती है। दो व्यक्तियों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है। കണ്ടു ഞാൻ